എനിക്ക് പോസ്റ്റ് മാരേജ് ഡിപ്രഷൻ കല്യാണത്തിന് ശേഷം മനുഷ്യൻ ഇവിടെ ഒന്ന് പേടിച്ചു അല്ലേ. ചില തവണ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബാക്കിയുടെ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും പതുക്കെ ആ താടിയങ്ങ് എടുത്ത് കളഞ്ഞാലൊന്നും. പക്ഷെ എൻ്റെ തല പിന്നീട് അതിനുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്താ ഇളക്കി കൂടെ. അപ്പോൾ ആൻറ്റി ഫേസ്, ആൻറ്റി സ്കിൻ, ആൻറ്റി നേരത്തെ കിട്ടിയാൽ പുളിക്കുമോ? ഈ വീഡിയോക്ക് താഴെ കമന്റ് അടിക്കുമ്പോഴാണ് അവന്മാർക്ക് ഞാൻ ലിങ്ക് അയച്ച് വെറുപ്പിക്കും ഞാൻ. അവിടെയാണ് ക്രേസി കപ്പ് ബുമ്മെന്ന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഫ്രം യുവർ വീഡിയോസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ബോത്ത് ഓഫ് യു ആർ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. ആം ഐ റൈറ്റ്? ഇഫ് സോ ഹു ഈസ് മോർ സ്ട്രെയിറ്റ് ഫോർവേഡ്? ഒബ്വിയസ്ലി ഞാനാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വേണ്ടത് അപ്പോൾ വേണ്ട പോലെ വേണ്ട സമയത്ത് പറയും. ബട്ട് എല്ലാ സമയത്തും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നുള്ളൊരു ഇമോഷനില്ല, അത് എനിക്ക് കുറച്ച് കൂടുതലാണ്. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചൊറിയുന്ന ചോദ്യങ്ങൾക്ക് അപ്പം മറുപടി കൊടുക്കണമെന്നാണ് എനിക്ക്. അല്ല അങ്ങനെ ഞാൻ കൊടുക്കാറില്ല, അത് സത്യമാണല്ലോ. യൂട്യൂബ് കമൻസിനൊക്കെ ഞാൻ കൊടുക്കാറില്ല. ഞാൻ അങ്ങനത്തെ ചൊറിയണ ഞാൻ കറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ്. അല്ലാത്ത പക്ഷേ ഞാൻ കുറച്ചും കൂടി എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഹേർട്ട് ചൊറിയുന്നുള്ളൊരിതാണ്. പക്ഷെ മറ്റേതൊക്കെ ഇല്ലേ, ബാക്കി നമ്മൾ നോർമലുള്ള ഞാൻ കുറച്ചൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും മീൻസ് എന്തെങ്കിലുമൊക്കെ കുറച്ച് അമ്മായിമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് പറയും, മീൻസ് അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഞങ്ങൾ വണ്ടി ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ വണ്ടി, അപ്പോൾ ഞാൻ ആദ്യം ഞാൻ സ്പോട്ട് ഉത്തരം കൊടുക്കാം. അത് വിക്കറ്റ് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞ വിക്കറ്റ് മാന്തിയിട്ടേ പോളൂ. മാന്തി കീറി പറിച്ചു. അല്ലാത്ത പക്ഷമൊക്കെ ഇല്ലേ, ഞാനിപ്പോ നോർമൽ ഡെയിലി ലൈഫിലൊക്കെ ഞാൻ അങ്ങനെ കുറച്ചും കൂടി ആലോചിക്കും, അവർക്ക് ഹേർട്ട് ആവുകയാണെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് പറയുകയാണെങ്കിൽ ഹേർട്ട് ആയിട്ടുള്ള രീതിക്കല്ലേ പറയാം. ഞാൻ കറക്റ്റ് എന്ത് ആൻസർ കൊടുക്കാൻ പറ്റുമോ ആ ആൻസർ അതിന് കൊടുക്കത്തുള്ളൂ, അല്ലാതെ ഹേർട്ടിങ് ആ ഒരു സംഭവമല്ല. പക്ഷെ വിക്കറ്റിനെ ഹേർട്ട് ചെയ്യണത് എനിക്ക് ഇഷ്ടമാണ്. വിക്കറ്റ് തിരിച്ച് തന്നെ ഹേർട്ട് ചെയ്യുന്ന ഇഷ്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ എന്താ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബിൽ നെഗറ്റീവ് കമന്റ്സിനോട് എങ്ങനെയാണ് നിങ്ങളുടേത്? ഞാനിങ്ങനെ തൊഴുതു ഞാൻ കാലൊക്കെ പിടിച്ച് അനുഗ്രഹം മേടിച്ച് വെറ്റിലപ്പാക്കൊക്കെ വെച്ച് കൊടുക്കും. ഞാൻ ആപ്പാ തന്നെ കൊടുക്കും, പക്ഷെ ഇവിടെ ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ കമന്റ്സ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം യൂട്യൂബ് കമന്റ്സ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. യൂട്യൂബ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഹേർട്ടാവും. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഞാൻ ഒരു കൈ കൊട്ടിയാലേ സൗണ്ട് കേൾക്കത്തില്ല, രണ്ട് കൈ കൊട്ടുമ്പോഴേ സൗണ്ട് കേൾക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്തിടാം. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ കുറെ പേര് എന്താണ് ഇവര് കാണിക്കുന്നത് തോന്നും. കുറച്ച് പേര് ചിരിക്കും, കുറച്ച് പേരേക്ക് ഇവന്മാരുടെ ചളി, കുറച്ച് പേര് ഇവർ കുറച്ച് ഓവറാണ്. ഒബ്വിയസ്ലി എല്ലാവർക്കും തോന്നും, ഇപ്പം നമ്മളായാലും തോന്നും. അപ്പോൾ അതാണ് ഡിഫറൻസ്. അപ്പോൾ അവിടെ ചൊറിഞ്ഞവൻ ഇവരെന്താ കാണിക്കുന്നതായിരിക്കും, അതായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാറുണ്ട് കമന്റ്സ് ഒക്കെ. ഞാൻ മറുപടി ഒന്നും കൊടുക്കാൻ പോലെ, പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വിക്കേണ്ടത് പറയും, വിക്കേട്ടാ ഇങ്ങനെ ഒരു കമന്റ് ഞാൻ റിപ്ലൈ തപ്പുമ്പോഴായിരിക്കും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത്? എനിക്ക് അത്യാവശ്യം നമ്മൾ ചെറുപ്പം മുതലേ ഈ യൂട്യൂബ് നെഗറ്റീവ് കമന്റ്സിൽ ഏറ്റവും കൂടുതൽ റിപ്ലൈ കൊടുക്കുന്നത് വിക്കേട്ടിനാണ്. ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. കാരണം എനിക്ക് മറ്റുള്ളവരുടെ കൂടെ കൈ ഇങ്ങനെ തട്ടി ബിഗ് ബോസിന്റെ ഏഷ്യനെറ്റ് പേജിന്റെ താഴെ കുറെ കമന്റ്സ് നോക്കിയാൽ മതി. ഞാൻ ഇരുന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് സത്യം പറഞ്ഞത്. കാരണം അതിന്റെ ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇതിപ്പോ ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് ആർക്കും ഹേർട്ട് ആവരുത്. പേര് അങ്ങനെയാണെങ്കിൽ ഇല്ല, വിക്കി വിക്സ് എന്ന്. അല്ല, ഇപ്പൊ പെൺകുട്ടികൾ നോർമലി ഇപ്പോഴത്തെ എല്ലാവരും കാണുന്നത് പെൺകുട്ടികളാണ് കൂടുതൽ നെഗറ്റീവ് ഇത് കാണുന്നത് കേട്ടാ. പക്ഷേ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. പക്ഷെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണെന്നറിയോ, കപ്പിൾ പേജസും ഇതും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ലേഡീസ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഗ്യാങ്ങിലുള്ള യൂട്യൂബേഴ്സ് പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടെന്ന്. ഞങ്ങളുടെ അതിൽ അത്ര ബേസിൽ അത്രയും വന്നിട്ടില്ല. ചെറുതായിട്ട് വരുന്ന അപ്പം തന്നെ കൊടുക്കുകയും ചെയ്യും, അത് കുഴപ്പമില്ല. കുട്ടിനെ പറഞ്ഞാൽ മാത്രം അങ്ങനെ ചൊറിയുന്ന ആൾക്കാർ അത് ഞാൻ പ്രത്യേകിച്ച് സഹിക്കില്ല. അപ്പം അങ്ങനെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. നെഗറ്റീവ് സൈഡിൽ നെഗറ്റീവ് കമന്റ്സ് ആയാലും ഞാനിപ്പോൾ അധികം
വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊപ്പീൻ്റെ പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു ഫാമിലി ആൾക്കാർ പോയി ഫോളോ ചെയ്യില്ല. മീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് നമ്മളിപ്പോൾ പേജ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. ഒരു കോളേജ് പഠിക്കുന്ന പയ്യൻ നമ്മളെ ഫോളോ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. പെൺകുട്ടികൾ പിന്നെയും മോളിനെ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചില വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ഞങ്ങൾ ഇഷ്ടമുകൊണ്ട് ഫോളോ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് മൈൻഡ് സെറ്റ്. അപ്പോൾ കുറേ ചെക്കന്മാർ വരുമ്പോഴാണ് അവിടെ ഇവിടെ അതുകൊണ്ടാണ് പെൺകുട്ടികളെ നമ്മൾ ഫോളോ ചെയ്യണതിൻ്റെ ഒരു ഗ്രാഫ് കൂടുതലായതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെ വരുന്നത് വിശ്വസിക്കുന്നു. ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ കപ്പിൾ പേജ് എന്താണ് ട്രിപ്പ് ടു മൂന്നാർ ഞങ്ങൾ കുടുംബസമേതം അമ്പലത്തിലോട്ട് ഇതൊന്നും ഞാനൊന്നും കാണൂല. അപ്പോൾ അത് ഫാമിലി ആൾക്കാരായിരിക്കും നമ്മളുടെ ഫോളോ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ. അപ്പോൾ അതിലും തന്നെ ഹസ്ബൻഡ് നോർമലി വർക്കിംഗ് ആയതുകൊണ്ട് ഹൗസ് വൈഫുകളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ലേഡീസായിരിക്കും കൂടുതലാണ് ഉണ്ടാവുക. അപ്പോൾ അവർ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ കമൻറ്റ്സ് വരുന്നതായിരിക്കും അല്ലേ. നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തൂ കമൻറ്റിലൂടെ. കുറച്ച് കമൻറ്റ് അങ്ങനെയൊക്കെ വരട്ടെ. ആഗ്രഹം ഇങ്ങനെ അടിക്കണം. ചേച്ചി പ്രഗ്നന്റ് ആണോ? ആയിരുന്നു. അതിന്റെ ട്രോഫി ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം അല്ല കറണ്ട്ലി അല്ല. അങ്ങനെ വിചാരിക്കരുത്. മണിവറ നമുക്കൊരു മറ്റേതെന്താ സലീംകുമാറിന്റെ ഈ കലവറ നമുക്കൊരു മണിവറ അങ്ങനെ പലവരുടെയും ആഗ്രഹപ്രകാരം. ഹായ് ഡിയർ, ലവ് യുവർ വീഡിയോസ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു, മോളെ സ്കൂളിൽ എവിടെയാണ് ചേർക്കുന്നത് ഉദ്ദേശിക്കുന്നത്, ഐ മീൻ പ്ലേസ്, അതൊക്കെ ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു രോഗമല്ല കേട്ടോ. അതൊരു എന്ന് വെച്ചാൽ അതൊരു ചില ലേഡീസിന് കുറച്ച് കൂടുതലായിരിക്കും, എക്സ്ട്രീം ലെവലായിരിക്കും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ലെവലായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ഉള്ളിലില്ല പുളി ഉറുമ്പത് ആക്കരുത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയാം. അതിൻ്റെ മെയിൻ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കുട്ടി ഇല്ലാതിരിക്കുമ്പോൾ ഓക്കെ, ഹസ്ബൻഡ് വൈഫ് ആ റിലേഷൻഷിപ്പ് നമുക്ക് കൂളാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കുന്നു, നമ്മുടെ വീട് ജോലികൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഫിലിമിന് പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഒറ്റ സമയങ്ങളിൽ കിടന്നുറങ്ങാൻ അവിടെ ഒരു റെസ്ട്രിക്ഷനോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ കുഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ലേഡി ഇപ്പോൾ ഹസ്ബൻഡിന് അത്രയും ഇത് വരത്തില്ലായിരിക്കും, പക്ഷേ അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ലേഡിയുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് മാറ്റങ്ങൾ വരും. കാരണം അവിടെ സ്ലീപ്പിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും. അതായത് ഡെലിവറി കഴിഞ്ഞുള്ള ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ ആദ്യ 3 മാസത്തിൽ ഒരു 28 ഡേയ്സ് വരെ കുട്ടിക്ക് 2 hours ഇടവിട്ട് പാൽ കൊടുക്കുക. ഇതൊക്കെ അപ്പോൾ ആ ലൈഫിൽ വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താ എന്ന് പറഞ്ഞാൽ ഞങ്ങളും കുട്ടിയെ വളർത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇത് സത്യം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇതുണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ആ ഒരു ഇതും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നും അതിൽ നമ്മളെ അതിൻ്റെ എക്സ്ട്രീം ലെവൽ എങ്ങോട്ട് പോകുന്നു ആ ഒരു എന്താണെന്നൊക്കെ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒബ്വിയസ്ലി എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഉറക്കത്തടസ്സം എന്തുണ്ടായിരുന്നു, പക്ഷേ ആ എക്സ്ട്രീം ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ അങ്ങോട്ട് കുഞ്ഞ് വളരുന്നവർ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണം. ഓരോ കാര്യത്തിനും അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് പൂപ്പിടണം, ഇത് മെയിനുള്ള കാര്യമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് പൂപ്പിടണം. നമ്മൾ അവരെ കഴിപ്പിച്ചിട്ട് നമ്മളൊന്ന് ആശ്വാസത്തോടെ ഒന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അമ്മയെ എനിക്ക് ടൂവിന് പോകണം. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കാരണം നമ്മൾ അത്രയും ടയേർഡായിരിക്കും. പിന്നെ വെള്ളം അത് അവളുടെ മൈൻഡിലുണ്ടാവും. എനിക്ക് മുട്ടുന്ന സമയത്ത് തന്നെ തള്ളക്ക് ചോറ് കുട്ടികൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ചോറിന് കാണുമ്പോഴാണ് എനിക്കത് ഞാനിപ്പോ ഉണ്ടല്ലോ അച്ഛനെയൊക്കെ കൂടുതൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഞാൻ ഒരു സീരിയസ് ഇഷ്യൂ ആണ്, ഒരു സീരിയസ് ടോപ്പിക് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഇവിടെ എന്താ ഒന്ന് പേടിച്ചു അല്ലേ, ചെറുതായിട്ടൊന്ന് പേടിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ സമയത്ത് നമ്മൾ അവർ വളരും, ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ലേഡിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക ലൈഫിൽ. കാരണം അവരും ഒരുപാട്, കാരണം അവർക്ക് ഉറക്കമില്ല. അവരുടെ ആ ഒരു മീ ടൈം എന്നാണ് തന്നെ പറയുന്നത്. നമ്മുടേതായിട്ടുള്ള നമ്മൾ എൻജോയ് ചെയ്ത് കുറേ ടൈം പോയി അവിടെ നശിക്കുവാണ് ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ജനനത്തോടുകൂടി. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, മീൻസ് ഒരു ട്രൂത്താണിത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രയോറിറ്റി അവർക്ക് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിനെ കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ ഹസ്ബൻഡ് സഹായിക്കാം, അമ്മമാർക്ക് സഹായിക്കാം, അമ്മമാർ സഹായിക്കും എന്നല്ല പറയുന്നത്. ആ ഒരു ടൈം പീരീഡ് അങ്ങനെയാണ്. അത് ഓവർകം ചെയ്യാൻ ചിലപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. പക്ഷെ എന്നാൽ പിന്നെ നമ്മൾ ബെറ്റർ ആവുമെന്നല്ല, പിന്നെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ആവും.
അതിലെനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അന്നത്തെ കാലം ഇപ്പോഴും ഓർക്കുന്നത്. ഞാൻ ഇതേ ബെഡ്, ഇതേ കുഞ്ഞ് ഇൻഷുറൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ 1 വീക്ക്, ഒരു സമയത്ത് 1 വീക്ക് അടുപ്പിച്ച് നൈറ്റ്. അപ്പോൾ ആ സമയത്ത് മാമിക്ക് 6 മാസം 7 മാസം 8 മാസം ഒരു വയസ്സ് റേഞ്ച് ആണല്ലോ. അപ്പോൾ 1 വീക്ക് അടുപ്പിച്ച് വിളിക്ക് നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോയി തിരിച്ചു വന്നിട്ട് രാത്രി എൻ്റെ പൊന്നോ, ഞാനിങ്ങനെ അവസ്ഥ ഒന്നുമില്ല. മീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം നമ്മളൊന്നാമത് കുട്ടീനെ എടുക്കാൻ പോലും അറിയില്ല. കുട്ടീനെ കൈ കിട്ടിയത് നമുക്ക് എങ്ങനെ എടുക്കണം, തൂക്കണം, ഓർക്കണം എന്നൊന്നും അറിയില്ല. നമ്മൾ അടിച്ച് പൊളിച്ച് 2 ആൺകുട്ടികൾ വീട്ടിൽ അടിച്ച് പൊളി പിള്ളേരൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കാറിൽ നിന്ന് കാലം കഴിഞ്ഞ് കുട്ടിയായപ്പോഴാണ് ലോക്കായെന്നൊക്കെ പറയല്ലേ. അതുപോലെ നടക്കുമ്പോൾ ഇങ്ങനൊരു ടാസ്ക്. അപ്പോൾ മേലെ കൊണ്ടുവരും, ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്, കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവളാണെങ്കിൽ 1 മണി വരെയൊക്കെ സ്മൂത്ത് ആൻഡ് ചില്ലാണ്. അപ്പോൾ 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങി, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ തപ്പുമ്പോൾ ഇവളെ കാണില്ല. ഇവളിവിടെ ഉറങ്ങുന്നുണ്ടാവും, ഇവള് ഉരുണ്ട് കട്ടിലിന്റെ അറ്റത്തായിരിക്കും. ഞാൻ ദൈവം ഇവിടെയുള്ള കുട്ടിയെ കൊണ്ടുപോയി ആരെങ്കിലും ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീക്കും. ഇവള് കുട്ടിയെ കാണാൻ നോക്കുമ്പോൾ എന്റെ കാലിന്റെ അവിടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതിലിങ്ങനെ കറങ്ങി. പിന്നെ 1 മണി കഴിഞ്ഞ് എന്റെ മോൾക്ക് പിന്നെ നല്ല സ്വഭാവമുണ്ട്. ഒരു 1:30 വരെ സൂപ്പറായി ഉറങ്ങും. പിന്നെ അങ്ങോട്ട് ഒരു 4-5 മണി വരെ അവൾക്ക് എടുത്ത് നടക്കണം. ഉഫ് എൻ്റെ അമ്മ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് നടന്നു 1 ആഴ്ചയൊക്കെ. പിന്നെ തൊട്ടിലിട്ടാട്ടും ഇതാക്കും, നടക്കും കിടത്തി അപ്പ കരയും. അപ്പോൾ തോളിൽ തന്നെ ഇട്ട് നടക്കണം. അപ്പോൾ ആ ഒരു സമയമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു. ഇടയ്ക്ക് ഒരു ദേഷ്യം വരും, എൻ്റെ പാമ്മി എന്നൊക്കെ പറയാം. പിന്നെ ഓക്കെ പിള്ളേരെ പോട്ടെ. ആ സത്യം തന്നെയാണ്, നമ്മൾക്ക് എന്തായാലും ദേഷ്യം വരും. ഇത് ഒരു സാഡ് ട്രൂത്ത് തന്നെയാണ്. നമുക്ക് ദേഷ്യം വരും, 100% ഷുവറാണ്. അതൊക്കെ എനിക്ക് എന്നോട് പ്രൗഡ് ഫീലിംഗ് തോന്നിയ സമയം കേട്ടോ. കാരണം ഞാനൊക്കെ ഒരു ബന്ധമില്ല ഈ കുട്ടിയെ നോക്കലോ അല്ലെങ്കിൽ ഫാമിലി മാത്രം പ്രൗഡ് ഫീലിംഗ് പോരാ, നമ്മൾ അമ്മമാരും ആ ഒരു ഫീലിംഗിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് 1 വർഷം നിങ്ങൾക്കൊന്ന് സമ്മതിച്ചാൽ എന്തിരി നിങ്ങൾക്കൊന്ന് സമ്മതിച്ചാല് ശരി. ഞാൻ പറയട്ടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വിക്കേണ്ട എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ വിക്കേണ്ട ഹാൻഡിൽ ചെയ്തപ്പോൾ വിക്കേണ്ട ഏകദേശം മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം പീരീഡ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ ഉറക്കം പിന്നെ അമ്മമാർ കൂടെ ഉണ്ടാവുക, പാല് കുടിക്കുന്ന ആ ടൈം, അതൊക്കെ ഭയങ്കര ഒരു ഉറക്കമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ 1 വയസ്സ് എന്റെ കൂട്ടുകാരന് ഇതൊരു സാഡ് ട്രൂത്ത് തന്നെയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഈസ് റിയൽ. അപ്പോൾ ഇന്റേൺഷിപ്പ് ഡേയ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് കൂടെ ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ലവ്ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് വിത്ത് LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ വരുന്നത് ഒരു ബ്രസ്റ്റ് പമ്പ് വിത്ത് ഇലക്ട്രിക് യൂണിറ്റ് ആണ്. ഇതാണ് അത്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു സിലിക്കൺ ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കൊക്കെ പമ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാഡിൽ ഒരു കണക്ഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിലിക്കൺ ട്യൂബ് വരുന്നത്. പിന്നെ ഒരു ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് വരുന്നുണ്ട്. അതായത് നമ്മളിത് യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾക്ക് ഈ ഒരു മസാജ് ക്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു എക്സ്ട്രാ ഡയഫ്രം കൂടെ വരുന്നുണ്ട്. ഒരു ഡക്ക് ബിൽ വാൽവും ഉണ്ട്. ഇതാണ് എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡക്ക് ബിൽ വാൽവ്. ഈ ഒരു വാൽവ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരെണ്ണം കൂടെ അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു അഡാപ്റ്ററാണ്. കേബിൾ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത മിൽക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ നിന്നാണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത്. മസാജ് കുഷൻ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫീഡിങ് ബോട്ടിലിനകത്ത് മിൽക്ക് സ്റ്റോർ ആകുമ്പോൾ നമ്മൾക്കിത് ഈ ബോട്ടിൽ തന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ നിപ്പിളും അതിനനുസരിച്ചുള്ള ഒരു ക്യാപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീഡിങ് ബോട്ടിലായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഈസി ക്യാരിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ പൗച്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LCD ടച്ച് ഡിസ്പ്ലേയോട് കൂടി വരുന്ന ലവ്ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് 2 മോഡ്സ് ആണുള്ളത്. അതിൽ ഒരെണ്ണം സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും ഒരെണ്ണം എക്സ്പ്രഷന് വേണ്ടിയിട്ടുമാണ്. 9 ലെവൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ മോഡ്സ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സിമ്പിൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എക്സ്പ്രഷൻ ഓഫ് മിൽക്കാണ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഈ മസാജ് കുഷൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സക്ഷൻ പോലെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലാപ്പ് മോഡ് കണ്ടോ, ഈ ഒരു മോഡിലാണ് നമ്മൾക്ക് ആ ഒരു സക്ഷൻ ചെയ്തെടുക്കുന്നത്. എനിക്ക് പോസ്റ്റ് മാരേജ് ഡിപ്രഷൻ, കല്യാണത്തിന് ശേഷം അതെനിക്കും ഉണ്ടായിരുന്നു. അല്ലവന് വിക്കൻ ഹോസ്പിറ്റലിൽ ചോര കണ്ട തലവെട്ടി ഈ മനുഷ്യൻ ഹോസ്പിറ്റലിൽ എങ്ങനെ ഡെലിവറിക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലേ വിക്കേണ്ട അപ്പുറത്തെ ബെഡിൽ കിടത്തേണ്ടി വന്നേനെ. ആ അവസ്ഥ ആയിട്ടുണ്ടാവും. അത് എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് വന്ന് വാമിക്ക് ടാൻട്രംസ് വരാറുണ്ടോ? വാമിക്ക് ടാൻട്രംസ് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് വരാം. ടാൻട്രംസ് വരാതിരിക്കും ഇവിടെ എന്താ പറയുക, സ്പെഷ്യലി മേടിച്ചിട്ട് കിട്ടുന്നതല്ല, സാധാ ഒരു കുട്ടികളെ പോലെ തന്നെയാണ്. ഉറപ്പായിട്ട് ടാൻട്രംസ് വരും. അവൾ കരയേണ്ട സമയത്ത് കരയും, അവൾ എന്താ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് ദേഷ്യം പ്രകടിപ്പിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു സാധാരണ കുട്ടി തന്നെയാണ്. പക്ഷേ ആ മാനേജ് ചെയ്യുന്ന രീതിക്ക് വാശി ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് വാശി വന്നു കഴിഞ്ഞാൽ മാമി ആ ഒരു സമയത്ത് ഒരു കുറച്ച് വാശി കാണിക്കുമെങ്കിൽ ഞാനത് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തന്നെ തിരിപ്പിക്കും. കരഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒരിക്കലും വരുത്തരുത്. വന്നു കഴിയുമ്പോൾ അവര് വീണ്ടും, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കണ്ടിട്ടുണ്ട്, അവൻ എന്താ വെച്ചാൽ കരയുമ്പോൾ അവൻ മിണ്ടാതിരിക്കും. ഞാനൊക്കെ നോക്കും മനസാക്ഷി ഇല്ല. ഞാനൊക്കെ അപ്പം തന്നെ കൊടുക്കട്ടോ. നമ്മൾ പിള്ളേർ കരയണ നമുക്കൊരു ഇത് തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വാമി ഇങ്ങനെ കരയും. കാരണം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇത് തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു മൈൻഡ് സെറ്റ് എടുത്തു. കാരണം കരഞ്ഞ് നമ്മളത് വാശി പിടിച്ച് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാവും. ബിക്കോസ് അവരെ പഠിക്കും, നമ്മൾ കരഞ്ഞാൽ കിട്ടും, ആ വസ്തു കിട്ടും എന്നുള്ളൊരു സംഭവം പഠിക്കും. പക്ഷെ വിക്കേട്ടൻ അങ്ങനെയല്ല. അവൾക്ക് ഇച്ചിരി ഒന്ന് കൊടുക്കുക, അത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലുമില്ല വിക്കറ്റ് അങ്ങനെ കൊടുക്കും. പക്ഷെ ഞാൻ പറയാം അങ്ങനെ കൊടുക്കരുത്. ആ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്. മെയിൻലി ആ കാര്യത്തിൽ ഞങ്ങൾ വഴക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കത്തില്ല, ഞാൻ കൊടുക്കത്തില്ല. ഞാൻ പറയും മാമി കരഞ്ഞു, എത്ര വേണ്ടി കരഞ്ഞു എന്ന് പറയും. പക്ഷെ ഞാൻ അവളുടെ കോൺസെൻട്രേഷൻ തിരിക്കാൻ നോക്കും. ആ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ എനിക്ക് വിക്കയുടെ ബാഡ് പാരന്റിങ് ആണത്. പക്ഷെ വിക്കയും കൊടുക്കും, ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹെയർ സ്മൂത്തനിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഞാൻ ചെയ്ത ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ സത്യം പറയാമല്ലോ, എൻ്റെ ആ നല്ല മുടി പോയതിൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പകുതി, അതായത് എൻ്റെ മുടി ഇപ്പോൾ ഒരു കോലം കെട്ട് കിടക്കുകയാണ്. അതാണ് ഏകദേശം വീഡിയോസിൽ എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് ശേഷം ആ ഒരു കോലം കെട്ട ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഹെയർ ഇപ്പോൾ ഷോർട്ടായി തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇനിയും ഗ്രോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുമെന്ന്. എനിക്ക് പ്രാങ്ക് വീഡിയോ ഇഷ്ടമില്ല. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് പ്രാങ്ക് വീഡിയോ ഇഷ്ടമേ അല്ല. പക്ഷെ വിക്കേടിന് ഇരുന്ന് കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാങ്ക് വീഡിയോ ഇഷ്ടമില്ല. കാരണം അത് അനാവശ്യ ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അനാവശ്യമൊന്നുമല്ല, അത് ഒരു ഫൺ തന്നെയാണ്. ബട്ട് ഒരു മൈൻഡ് സെറ്റ്, അതായത് ഇപ്പൊ എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞാൽ അടുത്ത വീട്ടിലുള്ള പ്രശ്നം കാണുമ്പോൾ ഒരു രസമാണ്. പക്ഷെ എനിക്ക് ആ മൈൻഡ് സെറ്റ് ബിഗ് ബോസ്, അതുകൊണ്ടല്ലേ ബിഗ് ബോസിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ടോക്സിക് ഇപ്പൊ നോർമലി നമ്മളിപ്പോ സൈക്കോ പടങ്ങള്, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇപ്പം ഞാനായാലും എനിക്കതൊക്കെയാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റൊക്കെ അങ്ങനെയായി മാറി. കാരണം വെച്ചാൽ വേറെ പ്രാങ്ക്സ് അല്ലെങ്കിൽ വേറൊരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഒരു എത്തിനോട്ടം, ആ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒരു എത്തിനോട്ടം എന്നൊക്കെ പറഞ്ഞ പോലില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അതുകൊണ്ടല്ലേ ബിഗ് ബോസ് ഇപ്പോൾ എത്ര ട്രെൻഡിങ്. ഇപ്പോൾ അതിലിപ്പോൾ അവർ ഗെയിം പ്ലാൻ, ഇപ്പോൾ അഖിൽ മാരാർ ഒബ്വിയസ്ലി ഗെയിം പ്ലാൻ ഇതുണ്ട്. ബാക്കിയില്ലാത്ത നമ്മളിപ്പോൾ ഗെയിം പ്ലാൻ ആയിട്ട് അങ്ങനെ ഇല്ല. അവിടെ ഇങ്ങനെ കാണുന്ന അടിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുട്ടുക്കടാത്തൊക്കെ റോക്കി പോയി കൊടുത്തില്ലേ, ഔട്ടായില്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ പ്രാങ്ക് പിന്നെന്ന് വെച്ചാൽ പ്രാക്ക് കേൾക്കാൻ വയ്യേറ്റ പറ്റുമോ, പ്രാങ്ക് വേണ്ടേ. ഒന്നാമത് അതൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ച് എടുത്ത്, അതുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പ്രാങ്ക് വീഡിയോസ് എനിക്ക് ഇഷ്ടമല്ല. വിക്കറ്റിന് ഇരുന്ന് കാണാറുണ്ട്. പ്രാങ്ക് വീഡിയോസ് എനിക്ക് ഇഷ്ടമല്ല. ബിഗ് ബോസ് ഇരുന്ന് കാണാറുണ്ട്. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമല്ല. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമാണ്. വിക്കറ്റിന് ഇഷ്ടമാണ്. കാരണം വിക്കറ്റിന് അടി മടക്ക് കാണുന്ന ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. മാമിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? മാമി ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. അപ്ലോഡ് യുവർ മാരേജ് വീഡിയോ. യെസ്, വി വിൽ അപ്ലോഡ് ചെയ്തിടാം. എനിക്ക് കാണണ്ട. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? വിക്കറ്റിന് ഇപ്പം ചിന്തിക്കുന്നുണ്ടോ? അത് ഞാനത് പറഞ്ഞാൽ പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് ഇല്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻസിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മള് കോനത്തെ ദേഷ്യം നമ്മൾ ഇതൊന്നും വേണ്ടായിരുന്നു തോന്നും. അത് നമ്മളെ മൈൻഡായിട്ട് നമ്മൾ തോന്നുന്നില്ലല്ലോ. ഇപ്പൊ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാൽ നമ്മളിപ്പോ ജോലിയിൽ ഓവർ പ്രഷർ വരുമ്പോൾ അന്നേ ഞാൻ പറഞ്ഞാണ്, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലായാലും നമ്മളിതല്ലേ ബ്രേക്കപ്പ് ആകുമ്പോൾ എനിക്ക് അന്നേ തോന്നി ഇവിടെ കത്തിക്കുന്നൊക്കെ. പക്ഷെ അതുപോലെ നമ്മൾ തമ്മിൽ ലൈഫിൽ ഈ ചീച്ചിങ് കളിച്ചിരിക്കുന്നതല്ല, നല്ലോണം വഴക്കിടാറുണ്ട്. എല്ലാ ലൈഫിലും ഉണ്ട്. വീഡിയോസിൽ കുറേ പേരാണല്ലോ, വീഡിയോസിൽ അവരെ വീഡിയോസ് അല്ലല്ലോ നമ്മുടെ ലൈഫ്. വീഡിയോസ് പറയണത് നമ്മൾ ഒരു കണ്ടന്റ്സ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അല്ലാത്ത നമ്മുടെ റിയൽ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ജീവിക്കുന്നതനുസരിച്ച് നമ്മുടെ കയ്യിലിരിപ്പനുസരിച്ചും പോണത് പോലെ തന്നെയാണ്. അത് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ച് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു ഏറ്റവും വലിയ നെഗറ്റീവ് സെൻസും അതാണ്. അതുകൊണ്ട് ആഘോഷിക്കും, അതുകൊണ്ട് ഇതാക്കും. മീൻസ് ഇവർ അറിഞ്ഞില്ലേ പ്രശസ്ത യൂട്യൂബറും ഇതും തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ പേടി എൻ്റെ പോയിൻ്റ്. അതുകൊണ്ട് അതല്ല, മീൻസ് പേഴ്സണൽ ലൈഫും ഈ ലൈഫും തമ്മിൽ ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളിൽ മാത്രം ഫ്രണ്ടിൽ എഴുതി കാണിക്കുന്ന പോലെ അത് തന്നെയാണ്. ബാക്കിയുള്ളത് നമ്മുടെ പേഴ്സണൽ ലൈഫ് തന്നെയാണ്. നമ്മൾ പേഴ്സണൽ ലൈഫിൽ എടുത്തിട്ട് ഒളി ക്യാമറ വെച്ചിട്ട് വീഡിയോ ആക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് ജസ്റ്റ് എ യൂട്യൂബ് പേജ് വെർ വി ക്രിയേറ്റ് കണ്ടന്റ്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ KGF ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അത് മാസമായിരുന്നു. തുറൂഹ സാഹചര്യത്തിൽ താടി വെട്ടേണ്ട അവസ്ഥയായിപ്പോയി. ഞാൻ മുടി വെട്ടാൻ താടി വെട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ അവൻ ഈ പണ്ടാരം പിടിക്കാനായിട്ട് എവിടെ പോയാലും ഈ ഹിന്ദിക്കാരനെ കൊണ്ടുള്ള ശല്യം. ഇപ്പൊ പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം, എന്റെ ദൈവമേ നല്ലൊരു എനിക്ക് ലോങ് ബിയേർഡ് ഇതൊക്കെ ഇഷ്ടം. സത്യമായി പ്രാർത്ഥിച്ചു. ഞാൻ പോയപ്പോ വിക്കേണ്ട നല്ലോണം പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു. പണ്ടാരം നമുക്കെന്ന് വെച്ചാൽ ഹിന്ദി നമ്മൾ ഹിന്ദി പറയുമ്പോൾ KV-യിലേക്ക് പഠിച്ചെങ്കിൽ ഹിന്ദിയിൽ 10-80 മാർക്ക് മേടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു തോട പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു തോട വെക്കാൻ. ഞാൻ ഉദ്ദേശിച്ചു തോട കട്ട് ചെയ്യാൻ. അപ്പൊ അവൻ തോട കൊണ്ട് ഇങ്ങനെ ട്രിമ്മർ ഇങ്ങനെ വെച്ചില്ല തീൻ ജോ പറഞ്ഞു റാറ്റ കടന്നോട് പോയി. ദൈവമേ ഞാനിങ്ങനെ നോക്കിട്ട് ഞാനത് കണ്ടപ്പോ മുതലാളി. പക്ഷെ എല്ലാം വേണ്ടി നോക്കുമ്പോൾ അവൻ നന്നായി ചെയ്തു. പല തവണ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബാക്കിയുടെ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും പതുക്കെ ആ താടിയങ്ങ് എടുത്ത് കളഞ്ഞാലൊന്നും. പക്ഷെ എന്റെ തല പിന്നീട് അതിനുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. KGF ഒക്കെ പോയി വരും, താടിയല്ലേ വന്നോളൂ. പക്ഷെ എനിക്ക് ഈ ലുക്കാണ് ഇഷ്ടം. എനിക്ക് മറ്റേ കടൽ ലുക്ക് ഇഷ്ടമല്ലേ. ചേട്ടൻ എവിടെയൊക്കെ നിവിൻ പോളിന്റെ ലുക്കും ഉണ്ട്. നിവിൻ പോളിന്റെ സൗണ്ട് ഒന്ന് അനുകരിക്കും. നിവിൻ പോളിന്റെ ലുക്ക് നിവിൻ പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ നിവിൻ പോളിൻ്റെ ഒരു കംബാക്ക് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ കംബാക്ക് പ്രതീക്ഷിച്ചിരുന്നത് ലാലേട്ടൻ. എൻ്റെ ലാലേട്ടൻ അതും നിവിൻ പോളിൻ്റെ ഒരു കംബാക്കാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൗണ്ട് കുറേ എവിടെയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഇപ്പോഴൊന്നും ആ സൗണ്ടേ വരുന്നില്ല അല്ലേ. സോറി ഗൈസ്, രാത്രിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ മാമി സുഖം ഉറക്കം, എനിക്ക് നല്ല ഉറക്കം വരുന്നത്. അതാണ് ഞാനിപ്പോൾ ഫോട്ടോ ആയിട്ട്. നിവിൻ പോളിന്റെ സൗണ്ട് ഞാൻ അപ്ലൈ ഇട്ടില്ല കുറച്ച്. അത് നിവിൻ പോളിന്റെ പോലെയൊക്കെ ഉണ്ടായിരുന്നില്ല. ആന്റി സ്കിൻ, ആന്റി ഫേസ്, ആന്റി ബോഡിയാ എന്നൊക്കെ പറഞ്ഞ സീന്. പിന്നെ ഇതുണ്ടല്ലോ കേരളത്തിൽ ആമ്പിള്ളേർ നീ ഇങ്ങോട്ട് വന്നേ നീ. അതിന്റെ ഫസ്റ്റ് ഡയലോഗ് എന്തായിരുന്നു? ലവ് ആക്ഷൻ ഡ്രാമയല്ലേ? ഉണ്ടോ കൊച്ചു കുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. നീങ്ങടെ വന്നേ. അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നിണ്ടായിരുന്നു. തോന്നുന്നു കൊച്ചു കുട്ടിയല്ലേ, ക്വൈറ്റ് നാച്ചുറൽ. നീങ്ങടെ വന്നേ നീങ്ങടെ നിന്നേ നീ. അവള് ഏത് ഫ്ലോറാന്നാ പറഞ്ഞേ? എത്ര? സെക്കൻഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ. ആ ഒരു സാധനം നമ്മുടെ ഫേവറേറ്റ് സീൻ ലവ് ആക്ഷൻ. പിന്നെ കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാ സിക്സ് പാക്ക് ഒരു ഇവിടെ ഞാൻ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വരുന്നതാണ് തോന്നുന്നു. ഇപ്പൊ ചെറിയൊരു കട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് വെക്കാണെന്ന് പറഞ്ഞു. മോര് 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 ഫ്രഷ് മോര് ഫ്രഷ് മോര് പറഞ്ഞു. മോരേ ഫ്രഷ് മോരേ കുറച്ചെടുക്കട്ടെ. അതല്ലേ തവള സമ്മതിക്കൂല. ശരിയാണ്. ലവ് ആക്ഷൻ ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടം കേട്ടോ. അതിൽ കുറേ സിറ്റുവേഷൻ ഇതൊക്കെ സീൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിന്നൊന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം എനിക്ക് നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ. എനിക്കൊരു പേടിയുണ്ട്. നിവിൻ പോളിയുടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ വിട്ടുപോയി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ട് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, താഴെ ഇടുക, ആ വീഡിയോസ് കുറേ കാണുക, കുറച്ച് പൈസയെങ്കിലും കിട്ടട്ടെ. അത്യാവശ്യം നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറേ ഇൻകം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തിനാണ്, നിങ്ങൾ ഡോക്ടർ പ്രൊഫഷണൽസ് അല്ലേ, പിന്നെ എന്തിനാണ് ഇതെന്നൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കിട്ടിയാൽ പുളിക്കുമോ, എക്സ്ട്രാ കിട്ടിയാൽ പുളിക്കുമോ, അതുകൊണ്ട് സത്യം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ അത് മാറ്റി വെച്ചതാണ്. കുട്ടിയാണ് വളരുന്നത് പറഞ്ഞ പോലെ. അതെന്ന് വെച്ചാൽ സത്യം തന്നെ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും ഒരു ഇൻകം ഉണ്ട്. പക്ഷേ എക്സ്ട്രാ കിട്ടി വിളിക്കോ പ്രൊഫഷണൽ ലൈഫിൽ ഇതുണ്ട്. പിന്നെ എക്സ്ട്രാ ഇൻകം എപ്പോഴും നമ്മൾ അതിൽ നോക്കണുണ്ട്. അതിപ്പോൾ ഏത് പ്രൊഫഷണലായാലും. ഇപ്പോൾ നമ്മൾ ബാങ്ക്സിൽ തന്നെ എല്ലാവരും കാണുന്നത് വെച്ചാൽ കുറേ പേര് ട്രേഡിങ് ചെയ്യും. അപ്പോൾ മീൻസ് അറിഞ്ഞുകൊണ്ട് ചെയ്യാനുണ്ടോ.
അതേ ട്രേഡിങ് ചെയ്യും, കുറേ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് മൾട്ടിപ്പിൾ ഇൻകംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ ഫൈനലൈസ്. കാരണം എനിക്ക് വേറെ വല്ല പ്ലാൻസ് ആയിരുന്നു, കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ മൈൻഡ് സെറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഇത് കൊള്ളാം, ഇതിലാകുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമില്ല, ഇതുപോലെ നാളെ എന്തെങ്കിലും ജീവിച്ച് പോകാമെന്ന് തോന്നിയതുകൊണ്ട്. കാരണം ഞാൻ നോക്കി എൻ്റെ ഞാനിപ്പോൾ ബാങ്കിങ്ങിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ പറഞ്ഞ സാധനം വേണം. ഇതിലാകുമ്പോൾ ഒരു ക്യാപിറ്റലും വേണ്ട. ആദ്യം നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ട് എങ്ങനെയും ദൈവം സഹായിച്ച് അവിടെ നിന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ആ പൈസയും കൊണ്ട് ഇതുപോലെ മേക്കും ഇതുപോലെ റിംഗ് ലൈറ്റും വെച്ച് കഴിഞ്ഞാൽ ഏത് പാതിരാത്രിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് അതിൽ വരുന്ന ഈ ഒരു സംഭവത്തിന് മാത്രമാണ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ്. ബട്ട് അത് എന്താ പറയുക, എപ്പോഴും എപ്പോഴും ഇതുപോലെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പഠിച്ച് ജോലി തന്നെ മേടിക്കുക. അല്ലാതെ ഒരിക്കലും അത് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഒരു മൈൻഡ് സെറ്റും കൂടിയാണ്. പഠിച്ച് എനിക്കൊരു വലിയ യൂട്യൂബർ ആവണമെന്ന് ഒരിക്കലും കാലം നമ്മളെ നാട്ടുകാരും വിട്ടൊരു സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ എന്താ പറയുന്നത്, ഇപ്പോൾ ഇച്ചിരി ജീവിത സാഹചര്യം കുറഞ്ഞവർക്കും കൂടെ ചെറിയൊരു ക്യാമറയിൽ ക്ലച്ച് പിടിച്ച ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒരു ബാക്കപ്പ് പ്ലാൻ എന്നല്ല, മീൻസ് ഇതിൽ നമുക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇടുന്നത് നമുക്ക് മെമ്മറീസ്, നമ്മളെല്ലാവരും ക്ലിക്ക് ആവണം, വേറെ മൈൻഡ് സെറ്റ് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കണം. ഇപ്പം നമ്മൾ ഇവളുടെ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് ഇവള് പോയതോടെ നമ്മൾ ഏകദേശം 1 ഇയറോളം ഗ്യാപ്പ് എടുത്തു. അപ്പോൾ നമ്മളവിടെ നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ ഒന്നും തിന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇപ്പം മില്യൻസും നല്ലൊരു സബ്സ്ക്രൈബർ നല്ലൊരു ലെവലിലെത്തി. അപ്പോൾ നമ്മളത് കാണുമ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ചെയ്തതിനുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അത് എല്ലാവരും ഏതിലായാലും ഇപ്പോൾ ഏത് ജോലിയിലായാലും നമ്മൾ ചെയ്യണതിന് നമ്മൾ കിട്ടുള്ളൂ പറയില്ലേ. അപ്പോൾ കുറേ സബ്സ്ക്രൈബർ ഉണ്ട്. വരുമാനം സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും യൂട്യൂബിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് സബ്സ്ക്രൈബറിന് എടുത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ എല്ലാ സബ്സ്ക്രൈബറും ഡെയിലി എല്ലാ മാസവും 2 രൂപ വെച്ച് എനിക്ക് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തെറ്റില്ലല്ലോ, നമ്മൾ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോക്കകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കുറച്ച് പൈസ പിരിച്ച് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഈ വീഡിയോസ് ഒന്നും കാണേണ്ടി വരത്തില്ലല്ലോ എന്ന്. അപ്പോൾ വിക്കേഡിന് പെട്ടെന്ന് പറയുമായിരുന്നു എനിക്ക് ആ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കുമെന്ന്. എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ എടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഇത് കാണുമ്പോഴത്തേക്ക്, കാരണം അവർ പറയുന്ന പ്രൊഫഷണലി നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, പിന്നെ എന്തിനാ യൂട്യൂബ് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ആ ഒരു മീൻസ് കമൻറ്റ് സങ്കടം ഉണ്ടാക്കിപ്പിച്ച് ഇങ്ങനെ വിൽക്കേണ്ടായത് ആ ഡയലോഗ് കേട്ടതോടുകൂടി ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചു. നമുക്ക് അങ്ങനെയൊന്നും എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബിസിനസ്സും ഇതാവണം. ഇപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും ശരിയാവണമെന്നില്ല എന്നൊരു ഡയലോഗില്ല. പിന്നെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു കുറേ പേര് യൂട്യൂബിലൂടെ സക്സസ്ഫുൾ ആയ ഒരുപാട് പേരുണ്ട്. ഇഷ്ടം പോലെ. അതിൽ ഞാൻ പറയാം, നമ്മളൊരു ഗ്യാപ്പ് എടുത്തപ്പോൾ നമ്മുടെ കൂടെ എല്ലാവർക്കും അത്ര ആ ഒരു ലെവലിൽ എത്തുമ്പോൾ, കാരണം വെച്ചാൽ നല്ലൊരു ഇൻകം ബേസ് ആണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരു ഫ്രഷേഴ്സ് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. യൂട്യൂബിൻ്റെ ഒരു രീതിയിലാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്, കാരണം ആരും ഇപ്പോൾ ഷെയർ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ വേറൊരു വലിയൊരു യൂട്യൂബർ നമ്മൾ പിൻ ചെയ്യണം, അല്ലെങ്കിൽ അവർ നമ്മുടെ പേജ് ഷെയർ ചെയ്യണമെന്നില്ല. തുടങ്ങുന്നവർ ധൈര്യത്തോടെ തുടങ്ങിക്കോ. കാരണം നമുക്ക് ചിലവൊന്നുമില്ലല്ലോ, നമ്മൾ എടുക്കണം പോസ്റ്റ് ചെയ്യണമല്ലോ. എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ ക്ലിക്കാവും. ആ ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് കയറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഒരു സൈഡ് ഇത് നമ്മുടെ ഫുൾ ടൈമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടല്ല, നമ്മുടെ ജോലി നോക്കുമ്പോൾ ആഴ്ചയിൽ 2 വീഡിയോ പോസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽസൊക്കെ തുടങ്ങുക. കാരണം ഇതിപ്പോൾ വേറൊരു രീതിയിൽ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ മെമ്മറീസ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ മോളുടെ ഇത്രയും വീഡിയോസ് ഉണ്ടാകുമ്പോൾ ഇവൾക്ക് വലുതാകുമ്പോൾ കാണാനുള്ളൊരു നമ്മുടെ ഒരു സ്പേസ് അല്ല അത്. അപ്പോൾ ആ ഒരു സാധനത്തിന് വരും. പിന്നെ നിങ്ങൾക്ക് കുറേ റെഫറൻസുകളും എന്താ പറയുക, നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ത്രൂ ഒക്കെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അല്ല, നോർമലി നിങ്ങളെല്ലാം ഇടുക. പിന്നെ മെയിനായിട്ട് എല്ലാവരും യൂട്യൂബേഴ്സിൻ്റെ ഒരു ജനറലായിട്ടൊരു കാര്യം ഞാനിപ്പോൾ മനസ്സിലാക്കിയെന്ന് അറിയോ, കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കുറേ വരുമാനം കിട്ടുന്നില്ല. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു 8 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അവൻ ഇത്ര വരുമാനമൊന്നുമില്ല. 8 ലക്ഷമുള്ള ഇവന് ഒരു മാസം ഒരു 50,000 കിട്ടുന്നുണ്ടെങ്കിൽ അതേ ഉള്ളവന് 9 ലക്ഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10,000 5,000 കിട്ടും. കാരണം വെച്ചാൽ പെർ ഡേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ വ്യൂസ് ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ യൂട്യൂബ് പേജ് തുടങ്ങുന്ന എല്ലാവരും ധൈര്യത്തോടെ തുടങ്ങുമ്പോൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ഇൻവെൻഷൻ ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് മൊബൈൽ ഫോൺ തന്നെയാണ്. ബിക്കോസ് പണ്ട് കാലത്ത് ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണൊക്കെ വന്നിട്ട് കാലം വർഷം അത്രയും പറയട്ടെ, മൊബൈൽ വന്നിട്ട് കുറേ വർഷമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആ കാലഘട്ടത്തിലെ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും ഇല്ല, റിച്ച് പീപ്പിളുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ്, അതായത് സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോൺ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് എനിക്കിപ്പോൾ തോന്നുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ അച്ഛൻ്റെയും മാമയുടെയൊക്കെ ഒരുപാട് ഫോട്ടോസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോസ് അതുപോലെ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആദ്യം മൊബൈലിനോട് അത്രയും വലിയ തോന്നിയില്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് കുറച്ച് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്
ആ മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റി. കാരണം നമ്മളിപ്പോൾ ഒരാൾ പോയെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾക്ക് ആ ഒരു വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴും ഒരു എന്താ ഒരു പറയുന്ന ഒരു ഗുഡ് ഫീലിംഗ് ആണ്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് മൊബൈൽ ഫോൺ തന്നെയാണ്. കാരണം ഒരുപാട് ഡീമെറ്റ് ഇതിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാധനമല്ല ഈ മൊബൈൽ ഫോൺ. എനിക്കാണ് എന്താ തോന്നുന്നത്? എൻ്റെ ഇത് പറഞ്ഞു, എൻ്റെ കാര്യം തന്നെയായിരിക്കും. ഞാൻ എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമ്മൾ കൊറോണ സമയത്ത് വന്നപ്പോൾ നമുക്ക് മൊബൈലായിരുന്നു ഏറ്റവും നമ്മുടെ ഒരു സുഹൃത്ത്. പക്ഷെ അത് അങ്ങനെ അതായി കഴിഞ്ഞാൽ നമുക്ക് ഓബ്വിയസ്ലി സ്ക്രീൻ സ്പേസ് കൂടുതൽ നമ്മൾ കൊടുക്കും തോറും നമ്മുടെ ഇപ്പം എൻ്റെ ഒരു ചെറുപ്പകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഇതില്ല, നമുക്ക് ആ മറ്റേ പാമ്പും കോണിയും ഗെയിംസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പക്ഷേ പുറത്തത്തെ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത്. ഇപ്പം എനിക്കിപ്പോൾ പുറത്ത് കളിക്കാൻ പോകാനും ക്രിക്കറ്റ് ടീം നമ്മുടെ ടീമുണ്ട്, മാച്ച് വയ്ക്കുന്ന ഇങ്ങനത്തെ കളിയുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഭൂരിപക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈലിലോട്ട് അഡിക്റ്റ് ആകുമ്പോൾ ആ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞിലുള്ള ഫോട്ടോസ്, എൻ്റെ കുഞ്ഞിലുള്ള ഫോട്ടോസ് അച്ഛൻ ദുബായിക്കാരനായതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷെ വിക്കേൻ്റെ കുഞ്ഞിലുള്ള ഫോട്ടോസ് അത് ഇല്ല. ഇപ്പോൾ വാമയുടെ ഞങ്ങൾ ഒരുപാട് എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കുന്നു. അപ്പം നമ്മൾ ഇത് അവൾക്ക് എന്താ വളരും തോറും അവർക്ക് കാണുമ്പോൾ തന്നെ മീൻസ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു ഡിഫറെൻറ്റ് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത് മൊബൈൽ ഫോണിൽ ബാഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് 450 റീൽസ് കാണാൻ. അത് ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഫേസ്ബുക്കും ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്നറിയോ? ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ കുറച്ചും കൂടി പോസിറ്റീവ് ആട്ടോ. ഫേസ്ബുക്ക് എൻ്റെ ഇറ്റാദ്യം നെഗറ്റീവ് എന്നറിയോ? ഫേസ്ബുക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോ കാണുമ്പോൾ നമ്മളതിനെ വിചാരിക്കും നമ്മൾ നാട്ടുകാരെ പിടിച്ച് തല്ലിയല്ലെന്നൊക്കെ. ഒരുമാതിരി നെഗറ്റീവ്, ഏറ്റവും നെഗറ്റീവ് കേട്ടോ. മീൻസ് യൂട്യൂബും കമ്പാരിറ്റീവ്ലി കുറച്ച് ഇതുണ്ട്. കാരണം ആ പേരുകൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടി നമ്മൾ ഓപ്പൺ ആണല്ലോ, നമ്മുടെ ഐഡന്റിറ്റി ഉള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ അതിൽ നെഗറ്റീവ്സ് കുറവാണ്. പക്ഷെ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അടി ആക്സിഡന്റ്, അറിയാണ്ട് 2 ആക്സിഡന്റ് വീഡിയോ കണ്ടു നോക്ക്. പിന്നെ നീ വണ്ടി എടുത്ത് പുറത്തിറങ്ങില്ല. പിന്നെ അങ്ങോട്ട് വെച്ച ആക്സിഡന്റ് വീഡിയോസ് പുറത്തിട്ടേ എല്ലാവരും എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ല ദൈവമേ ഇവൻ എന്നെ ഫോളോ ചെയ്യുകയാണെന്ന്. കാരണം ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം പോലെ തന്നെ കുറേ നോക്കി നമ്മൾ മനസ്സിൽ വിചാരിച്ച് പെട്ടെന്ന് അവിടെ കാണുമ്പോൾ ദൈവമേ ഇനി എന്താ ഭാവിയിലേക്ക് അത് തന്നെ ആയിരിക്കില്ലേ. അതൊരു രീതിയിലൊരു ഡാറ്റ കളക്ഷൻ ആണ്. നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ പ്രൊഫൈൽ ഇതൊക്കെ നോക്കിയിട്ട് ഒരു നമ്മുടെ ഒരു ഡാറ്റ ഇതാണ്. ഭാവിയിൽ എന്താവുമെന്നോ നോക്കിയും കണ്ടൊക്കെ ഉപയോഗിക്കുക. അതെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വി ഹാവ് ഡൺ എ ഗുഡ് ജോബ്. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നുള്ള ബോധം വേണം. മറ്റേ ഡയലോഗ് അല്ലേ? അപ്പോൾ എന്താ ഇളക്കി കൂടെ? അപ്പോൾ തള്ള സമ്മതിക്കൂല മാറ്റേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ഇപ്പം കിട്ടി, ഇനിയിപ്പോൾ അടുത്ത എപ്പോൾ കിട്ടുന്ന അറിയില്ല സമയം. അപ്പോൾ എല്ലാവരും ഇതുവരെ സഹിച്ചു തന്നതിൽ കാണുക. സഹിച്ചു തന്നതിൽ വളരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ബാങ്ക്സിനെ കുറിച്ച് റിലേറ്റഡ് അപ്പോൾ ഉറക്കം വരാതെ ഉറങ്ങിയിട്ട് പോറ്റാൻ പറ്റി. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ടിങ്. ബൈ. ഗുഡ് നൈറ്റ്. എൻ്റെ കൂട്ടുകാർ കാണും ഈ വീഡിയോക്ക് താഴെ കമൻ്റ് അടിക്കുമ്പോഴാണ് അവന്മാർ എൻ്റെ എല്ലാ കൂട്ടുകാരെയും ബ്ലോക്ക് ചെയ്യണം. ഈ ഉലകത്തിൽ 10-15 ഫ്രണ്ട് വെച്ചെടുക്കണം സന്തോഷമാ ഇருக்கு. ഒരേ ഫ്രണ്ട് വെച്ച് ഞാൻ പെടുന്ന പടാപ്പാട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒരു കൂട്ടം ഫ്രണ്ട് ഉണ്ട് പണ്ടാരംഭിക്കാനായിട്ട്. അവന്മാർ നെഗറ്റീവ് അടിച്ച് പണ്ടാരടക്കും. അവരെയൊക്കെ ഞാൻ ലിങ്ക് അയച്ച് വെറുപ്പിക്കും ഞാൻ. അപ്പോൾ ഗുഡ് നൈറ്റ്.